ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്ത ദിവസം ഒരു വാർത്ത കണ്ടിരുന്നു. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യുവതി, ഭാരതി എന്ന് പേരുള്ള ഒരു യുവതി, അടുത്ത വീട്ടിൽ താമസിക്കുന്ന സുമിത്ര എന്ന് പറയുന്ന ഒരു യുവതിയായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ കൊന്നുകളഞ്ഞു എന്നുള്ള വാർത്തയായിരുന്നു അത്. ഒരു സാധാരണ നമ്മളിപ്പോൾ ഇത്തരം വാർത്തകളൊക്കെ സാധാരണ പോലെ കേട്ട് അതേപോലെ മറന്നു കളയുന്ന വാർത്തകളാണ്. കാരണം ഇത് വളരെ കോമൺ ആയിട്ട് തീർന്നിട്ടുണ്ട്. ഒരു രഹസ്യ ബന്ധത്തിന് വേണ്ടിയിട്ടോ മറ്റൊരാളോട് കൂടെ പോകുന്നതിന് വേണ്ടിയിട്ടോ കുഞ്ഞുങ്ങളെയോ ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭാര്യയോ ഒക്കെ കൊന്നു കളയുന്നത് ഒരു സാധാരണ സംഭവമായിട്ട് നമ്മുടെ ഈ സമൂഹത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മളത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല ഇത്തരം വാർത്തകൾ എന്നുള്ളതാണ്. അപ്പൊ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ യുവതി, ഭാരതി എന്ന് പറഞ്ഞ യുവതി വിവാഹിതയാണ്. അവർക്ക് 3 കുട്ടികളുണ്ട്. അപ്പൊ ഇപ്പോൾ അവർക്ക് മൂന്നാമതായിട്ടുണ്ടായ കുട്ടി 5-6 മാസം പ്രായമുള്ള ഒരു കുട്ടിയാണ്. അടുത്ത വീട്ടിലുള്ള യുവതിയായിട്ട് ഈ സ്ത്രീക്ക് കുറെ കാലങ്ങളായിട്ട് ബന്ധങ്ങളുണ്ട്. അങ്ങനെ ആ യുവതിയുടെ കൂടെ ജീവിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ കുട്ടി ഉണ്ടാവുന്നതിന് മുൻപ് മറ്റു 2 കുട്ടികളും സ്കൂളിലും ഭർത്താവ് ജോലിക്കും ഒക്കെ പോയി കഴിയുമ്പോൾ ഈ സ്ത്രീയായിട്ട്, ഈ കുട്ടി അടുത്ത വീട്ടിലുള്ള പെൺകുട്ടിയായിട്ട് സമയം ചെലവഴിക്കുന്നതിന് ഈ സ്ത്രീക്ക് ഇഷ്ടംപോലെ സമയം കിട്ടുമായിരുന്നു. പക്ഷെ മൂന്നാമത്തെ കുട്ടി, ചെറിയ കുട്ടി ഉണ്ടായ ശേഷം ഈ കുട്ടിയെ നോക്കുന്ന തിരക്കിന്റെ ഇടയിൽ ആ പെൺകുട്ടിയായിട്ട് സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് അവരവരുടെ സ്വന്തം കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. ഈ പങ്കാളിയായ പെൺകുട്ടിയും കുറെ നിർബന്ധിച്ചു. അങ്ങനെയാണ് ഇവർ കൊന്നുകളയുന്നത്. അപ്പൊ ആദ്യം ഈ വാർത്ത പുറത്തു വന്നത് ഈ കുട്ടി പാല് കുടിക്കുമ്പോൾ പാല് നെറുകയിൽ കയറിയിട്ട് മരിച്ചുപോയി എന്നുള്ള രീതിയിലായിരുന്നു വാർത്ത വന്നത്. പക്ഷെ ഭർത്താവ് കൂടെ താമസിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം അത് ശ്രദ്ധിച്ചപ്പോൾ ഈ സ്ത്രീ ഈ കുട്ടി മരിച്ചതിന്റെ യാതൊരു വിഷമവും കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, വളരെ ഹാപ്പിയാണ്. എപ്പോഴും ഫോൺ ചെയ്യുന്നു, സംസാരിക്കുന്നു. അപ്പോൾ ഈ ഭർത്താവിന് സ്വാഭാവികമായിട്ട് സംശയം തോന്നി. ഈ സ്വന്തം കുഞ്ഞ് മരിച്ചു പോയിട്ട് എന്താണ് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് സംശയം തോന്നി. സംശയത്തിന്റെ പേരിൽ ഈ സ്ത്രീയുടെ ഫോണ് ഇദ്ദേഹം പരിശോധിച്ചു. അപ്പൊ ഈ ഫോണിൽ ഒരുപാട് ചാറ്റുകൾ അടുത്ത വീട്ടിലുള്ള സുമിത്ര എന്ന് പറയുന്ന 19 വയസ്സെന്തോ ഉള്ള ഒരു പെൺകുട്ടിയായിട്ട് ഈ സ്ത്രീ നടത്തിയിട്ടുള്ള ധാരാളം ചാറ്റുകളും അതേപോലെ ഇവരൊന്നിച്ചുള്ള കുറേ അധികം ഫോട്ടോകളും ഒക്കെ ഭർത്താവ് കണ്ടു. അങ്ങനെ ഭർത്താവിന് ഇത് വ്യക്തമായിട്ട് മനസ്സിലായി. ആ ചാറ്റുകളിൽ കൊല്ലാൻ വേണ്ടി ഈ പെൺകുട്ടി ഈ സ്ത്രീയെ നിർബന്ധിക്കുന്ന എത്രയോ ചാറ്റുകൾ അതിലുണ്ടായിരുന്നു. അപ്പൊ ഭർത്താവ് ഈ സ്ത്രീയോട് ചോദിച്ചു. അങ്ങനെ ഈ സ്ത്രീ കുറ്റം സമ്മതിച്ചു. ഞാൻ കൊന്നുകളഞ്ഞു, പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കഴുത്ത് ധരിച്ച് കൊന്നുകളഞ്ഞു എന്ന് ഈ സ്ത്രീ സമ്മതിച്ചു. ഇത്തരം വാർത്തകൾ നമ്മൾ കേട്ട് കേട്ട് പഴകിയ വാർത്തകളായതുകൊണ്ട് ഇതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യണം എന്ന് പോലും ആ ന്യൂസ് കണ്ടപ്പോൾ ചിന്തിച്ചതുപോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ മലയാളത്തിൽ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു ചാനല് ഇതിന്റെ വേറെ ഒരു വശം എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് സാധാരണ പോലെ തോന്നുന്ന ഒരു ഇന്ന കാരണം കൊണ്ടായിരിക്കാം എന്നുള്ള അഭിപ്രായത്തിനപ്പുറം അവരുടെ ഒരു വേർഷൻ പറഞ്ഞുകൊണ്ട് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടപ്പോഴാണ് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ തോന്നിയത്. അപ്പൊ ഇത്തരം വാർത്തകൾ കാണുമ്പോൾ സാധാരണക്കാരന്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ആ വ്യക്തി സ്വന്തം പങ്കാളിയുടെ കൂടെ ജീവിക്കുന്നതിനും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനും വേണ്ടി സ്വന്തം കുഞ്ഞിനെ കൊന്നുകളഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവർ പ്രസവിച്ച സമയമായതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ഡിപ്രഷൻ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അങ്ങനെയൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. പക്ഷെ നമ്മൾ ഈ മലയാളത്തിൽ റിയാക്ഷൻ ചെയ്ത ഈ പെൺകുട്ടി പറയുന്നത് ഇത് വളരെ ഒരു വേറെ സൈഡിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് ഭർത്താവിന്റെ അവഗണന കൊണ്ടാണ് മിക്ക സ്ത്രീകളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഭർത്താവ് അവഗണിക്കുമ്പോൾ, ആവശ്യത്തിന് സ്നേഹം കൊടുക്കാതിരിക്കുമ്പോൾ ഒക്കെയാണ് അത്ര ഈ കുട്ടികളെ കൊന്നുകളയുന്നതും പങ്കാളിയെ കൊന്നുകളയുന്നതും ഒക്കെ ചെയ്തിട്ട് അവർ വേറെ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതൊക്കെ ഈ അവഗണനയുടെ ഭാഗമാണെന്നാണ് അവർ പറയുന്നത്. പിന്നെ അവർ പറയുന്നത് അവർക്ക് ഭർത്താവിനോട് സ്നേഹമില്ലാത്തത് കൊണ്ട് അവര് ആ ഭർത്താവിന്റെ കുഞ്ഞിനെ എനിക്ക് വളർത്തണ്ട എന്ന് ചിന്തിച്ചിട്ടാണ് കൊന്നുകളഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഒരിക്കലും അല്ല. കാരണം ആ വാർത്തയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പങ്കാളിയുമായിട്ട് സമയം ചെലവഴിക്കാൻ സമയം തികയാത്തത് കൊണ്ടാണ് ഈ കുഞ്ഞിനെ കൊന്നുകളഞ്ഞതെന്ന് ആ ന്യൂസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഭർത്താവിന്റെ കുഞ്ഞിനെ നോക്കാൻ താല്പര്യം ആ വ്യക്തി അത്ര ക്രൂരനായതുകൊണ്ട് ആ വ്യക്തിയുടെ കുഞ്ഞിനെ നോക്കാൻ താല്പര്യമില്ല വെച്ചാൽ അവർക്ക് വേറെ 2 കുട്ടികളുണ്ട്, അവരെയും കൂടെ കൊന്നുകളയാവുന്നതേ ഉള്ളൂ. അല്ലാതെ അയാളുടെ ഒരു കുട്ടീനെ മാത്രം നോക്കാൻ താല്പര്യം ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ ഇതൊന്നും ഒരു കാരണമേ അല്ല. ഇപ്പൊ നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോഴാണ് നമ്മൾ ഈ കൊന്നു, അല്ലെങ്കിൽ വേറൊരാളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി കൊന്നു, അല്ലെങ്കിൽ ഭർത്താവ് എന്നെ അവഗണിക്കുന്നു, ഭർത്താവ് സംശയിക്കുന്നു, ഭർത്താവ് കള്ളു കുടിക്കുന്നു, ഭർത്താവ് എന്റെ സ്വർണ്ണോ പണോ സ്വത്തോ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അയാളെ കൊല്ലുന്നു, അയാളുടെ കുഞ്ഞിനെ കൊല്ലുന്നു, ഇങ്ങനത്തെ ന്യായങ്ങളൊക്കെ പറയുന്നത് നമ്മളിത് 1 തവണ 2 തവണ ഇത് വാർത്തകളായി കഴിയുമ്പോൾ ആളുകൾ ഇതൊരു നോർമൽ സംഭവമായിട്ട് കണ്ടിട്ട് ഇത് ചെയ്യാം, ഒരു സാധാരണ സംഭവമാണ് എന്നുള്ള രീതിയിലേക്ക് ആളുകളുടെ മനസ്സ് മാറി
മാറിപ്പോയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും നമ്മളെ പണ്ടുള്ള തലമുറ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് സ്ത്രീകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യാം, പുറത്തു പോയി ജോലി ചെയ്യാം, നല്ല വിദ്യാഭ്യാസം നേടാം, നല്ല രീതിയിൽ ജീവിക്കാം, എല്ലാത്തിനുള്ള ഓപ്ഷൻ ഇപ്പൊ ഉണ്ട്. പണ്ടത്തെ സ്ത്രീകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇതിനൊന്നുള്ള ഓപ്ഷൻ ഇല്ല. അവർക്ക് പുറത്തു പോയി പഠിക്കാനോ ജോലി ചെയ്യാനോ ഒന്നും ഒരു സമ്മതവും ഇല്ലാത്തൊരു സമൂഹം ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അന്നുള്ള സ്ത്രീകളൊക്കെ ഇതേപോലെ അസംതൃപ്തരായിരുന്നു. അപ്പൊ ഈ അസംതൃപ്തരായിരുന്ന സ്ത്രീകളൊക്കെ ഭർത്താവിനെ കൊന്നുകളയേ, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ആളുകളെ കൊന്നുകളയേ, അല്ലെങ്കിൽ വേറൊരാളുടെ കൂടെ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കാൻ കുട്ടികളെ കൊന്നുകളയേ ഒന്നും ചെയ്യുന്നൊരു സമൂഹമൊന്നും അല്ല അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഒരുപാട് ആളുകൾ മാറിപ്പോയി. അല്ലെങ്കിൽ നമ്മളെ ചിന്തകളൊക്കെ നമ്മൾക്ക് പണ്ടത്തെ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കഴിഞ്ഞു പോകാൻ ഇതുപോലത്തെ ഒരുപാട് കാശുള്ള ഒരുപാട് വരുമാനം കിട്ടാൻ മാർഗങ്ങളുള്ള ഒരു കാലമൊന്നും ആയിരുന്നില്ല അന്നെന്ന് പറയുന്നത്. അന്നത്തെ കാര്യങ്ങൾ നടന്നു പോവാൻ പോലും കഷ്ടപ്പെട്ടിരുന്ന മനുഷ്യന്മാർ ജീവിച്ചിരുന്ന ഒരു കാലം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ അമേരിക്കയിൽ നിന്ന് ഗോതമ്പ് കൊണ്ടുവന്നിട്ട് പട്ടിണിക്കാർക്ക് കൊടുത്തിരുന്ന ഒരു കേരളമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അന്നത്തെ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അന്നം കഴിക്കാൻ, വിശപ്പ് മാറാൻ, മക്കൾക്ക് എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കാനൊക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ പാടത്തൊക്കെ പണിക്ക് പോയി ജീവിച്ചിരുന്ന, അന്നത്തെ വരുമാനം കൊണ്ട് ജീവിച്ചിരുന്ന, വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന എത്രയോ സ്ത്രീകൾ ഇവിടെ ഉണ്ടായിരുന്നു. അന്നൊന്ന് നമ്മൾ ഈ പറയുന്ന പോലെ ഭർത്താവ് നമ്മളെ പരിഗണിക്കുന്നു, ഭർത്താവ് നമ്മളെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു, ഭർത്താവ് നമ്മളെ ടൂർ കൊണ്ടുപോകുന്നു, ഭർത്താവ് പുറത്ത് ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നു, ഭർത്താവ് നമ്മളെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ലൈഫിലെ ഏറ്റവും വലിയ കാര്യം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു തലമുറയായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഭർത്താവ് സ്നേഹത്തോടെ ഒന്നും മിണ്ടുകയോ അല്ലെങ്കിൽ ഈ സ്നേഹത്തോടെ പെരുമാറുന്നതോ മിണ്ടുന്നതോ ഒക്കെ വലിയൊരു എന്തോ മോശമാണെന്ന് ചിന്തിച്ചിരുന്ന, വളരെ ഗൗരവത്തോടുകൂടെ ഭാര്യയൊക്കെ നോക്കി പേടിപ്പിച്ച് ഒന്നും സംസാരിക്കാൻ സമ്മതിക്കാതെ ഭാര്യയൊക്കെ ബഹുമാനത്തോടെ വാതിലിന്റെ മറവില് മറഞ്ഞു നിന്ന് സംസാരിച്ചിരുന്ന, അങ്ങനെയൊക്കെ അവഗണന സഹിച്ച് ജീവിച്ചിരുന്ന എത്രയോ സ്ത്രീകൾ ഉണ്ടായിരുന്ന ഒരു നാടാണ് നമ്മളുടേത്. എന്നിട്ട് ആ സ്ത്രീകളൊക്കെ ഇതേപോലെ ഭർത്താവിന് അവഗണനയാണെന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ കൊന്നുകളയേ, അല്ലെങ്കിൽ കുട്ടികളെ കൊന്നുകളയുക, അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക, എന്നെ ഭർത്താവ് പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരാളായിട്ട് ബന്ധം സ്ഥാപിക്കുക, ഇതൊന്നും ചെയ്തിരുന്ന സ്ഥലമൊന്നുമല്ല നമ്മളുടെ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ സ്വാർത്ഥത. നമ്മൾക്ക് എല്ലാം ഉണ്ട്, നമുക്ക് ഇഷ്ടം പോലെ സമ്പത്ത് അല്ലെങ്കിൽ ഇഷ്ടം പോലെ പണം, നമ്മളുടെ ആവശ്യങ്ങളൊക്കെ, നമ്മളുടെ സന്തോഷത്തിന് വേണ്ട ആവശ്യങ്ങളൊക്കെ സാധിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വാർത്ഥത കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്നാണ് എനിക്കിതിനെക്കുറിച്ച് തോന്നുന്നത്. പണ്ടുള്ള കാലമൊക്കെ എത്രയോ മാറിപ്പോയി. ഇപ്പൊ സ്ത്രീകൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും എല്ലാത്തിനുള്ള അവകാശവും അല്ലെങ്കിൽ ഒരു അവസ്ഥയും ഇവിടെ ഉണ്ട്, അതിനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. അവർക്ക് പഠിക്കാം, ജോലി ചെയ്യാം, സമ്പാദിക്കാം, സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാം, എല്ലാത്തിനുള്ള അവസരം നമ്മൾ ഒരുപാട് കാലത്തെ ഒരു സ്ട്രഗിൾ കൊണ്ട് നേടിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും കാണാതെ അതിനപ്പുറം ഭർത്താവ് എന്നെ അവഗണിച്ചു, ഭർത്താവ് അല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയും ഭർത്താവ്, പണ്ടും നമ്മൾ പറയും ഭർത്താവ് പുറത്തു പോയി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് അദ്ദേഹത്തിനൊന്നും മിണ്ടാൻ പറ്റിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിനെയൊക്കെ ന്യായീകരിച്ചിരുന്നു. ശരിയായിരിക്കാം, അതൊക്കെ തന്നെയായിരിക്കാം കാരണം. ഈ സ്ത്രീയെ, ഈ കുട്ടിയെ കൊന്നു കളഞ്ഞ സ്ത്രീയെയും ന്യായീകരിക്കേണ്ട. അവര് പുറത്തുപോയി ജോലി ചെയ്ത് സമ്പാദിച്ചു കൊണ്ടുവരുന്ന ആളല്ല. ഈ ഭർത്താവ് തന്നെയാണ് ഇതേപോലെ കഷ്ടപ്പെട്ട് ഈ സ്ത്രീയെ നോക്കുന്നത്. അപ്പൊ ഭർത്താവ് അവഗണിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ സ്വന്തം കുഞ്ഞിനെ കൊന്നു കളയുന്നതിനൊന്നും ഒരിക്കലും ഈ ബന്ധത്തിന്റെ പേരിൽ, അവഗണനയുടെ പേരിൽ ഒന്നും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. വെറും ക്രിമിനൽ മെന്റാലിറ്റി, ക്രിമിനൽ മൈൻഡ്, അല്ലെങ്കിൽ സ്വന്തം കാര്യം എന്നുള്ള സ്വാർത്ഥത മാത്രമാണ് ഇതിന് പുറകിൽ എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ആ സ്ത്രീക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ആ സ്ത്രീയെ അതിന് നിർബന്ധിച്ച, ഈ കുഞ്ഞിനെ കൊന്നു കളയാൻ നിർബന്ധിച്ച ഒരു വ്യക്തി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അവരുടെ തൊട്ടടുത്ത വീട്ടിലുള്ള സുമിത്ര എന്ന് പറയുന്ന പെൺകുട്ടി, 19 വയസ്സുള്ള പെൺകുട്ടി, ഈ സ്ത്രീയുമായിട്ട് ബന്ധത്തിലായതുകൊണ്ട്, ഈ കുട്ടി ഉണ്ടായത് മുതൽ ഈ കുട്ടി ഉള്ളത് കൊണ്ട് നമുക്ക് സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല, അതിനെ കൊന്നു കളയൂ നിരന്തരം പറയുന്ന ആ പെൺകുട്ടിക്ക് ഒരു പ്രസവത്തിന് ശേഷം വന്ന ഒരു ഡിപ്രഷനും ഇല്ല. അപ്പൊ ഇതൊക്കെ ഒരു ക്രിമിനൽ മെന്റാലിറ്റി എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനെയൊന്നും ഒരു ഭർത്താവിന്റെ അവഗണന കൊണ്ട് കൊന്നു കളഞ്ഞു, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഇങ്ങനെ അതൃപ്തരായി ജീവിക്കുന്ന ആളുകളൊക്കെ അവഗണന കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതൊന്നും ഒരു ന്യായീകരണമേ അല്ല. ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇങ്ങനത്തെ ഒരു ന്യായീകരണം നടത്തുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിനിമയിലോ അല്ലെങ്കിൽ ഒരു നോവലിലോ ഭാര്യയും ഭർത്താവും ആടിപ്പാടി രസിച്ച് നടക്കുന്നത് കണ്ടിട്ട് അതുപോലെ നമ്മളുടെ ലൈഫ് അല്ലല്ലോ എന്ന് മാത്രം ചിന്തിക്കുന്ന ചെറിയ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മളെ ചുറ്റും ഒരുപാട് റീൽസ് നമ്മൾ കാണുന്നു. ഭാര്യയും ഭർത്താവും ഭയങ്കര ഹാപ്പി ആയിട്ട് ആടിപ്പാടി നടക്കുന്നു. അവരെന്നും ഓരോരോ കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു. നമ്മൾ യൂട്യൂബേഴ്സിനെ കാണുന്നു. അപ്പൊ നമ്മൾ ചിലപ്പോൾ പക്വത ഇല്ലാത്ത കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, വിവാഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതാണ്, അയ്യോ എനിക്ക് മാത്രം ഇത്രയും കഷ്ടപ്പാട് വന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അതൊക്കെ ഒരു പക്വത കുറവ് കൊണ്ട് വരുന്നതാണ്, അല്ലാതെ ഭർത്താവിന്റെ അവഗണന കൊണ്ട് മാത്രം വരുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയൊക്കെ അതൃപ്തരായിട്ട് ചിന്തിക്കുന്ന ആളുകൾ വിചാരിക്കുക, നമ്മൾക്ക് നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് കരുതിയിട്ടോ നമ്മൾക്ക് ഒരിക്കലും ഒരു ജീവൻ എടുക്കാനുള്ള അവകാശമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കണം, ഞാൻ സ്വപ്നം കണ്ട പോലത്തെ ജീവിതം ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ കൊന്നുകളയുകയോ അല്ലെങ്കിൽ കുഞ്ഞിനെ കൊന്നുകളയുകയോ അല്ല വേണ്ടത്. നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്ത് ഈസി ആയിട്ട് വരാവുന്നതേ ഉള്ളൂ. നമ്മൾ എപ്പോഴും ആ ബന്ധത്തിൽ നിന്ന് അയ്യോ പുറത്ത് വരിക എങ്ങനെയാ, നമ്മളിങ്ങനെ ഡിവോഴ്സ് ചെയ്യുക എങ്ങനെയാ, നമ്മളിത് പറഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചാൽ ഡിവോഴ്സ് ചെയ്തിട്ട് പോവുക, അല്ലാതെ ആ വ്യക്തിയെ കൊന്നു കളഞ്ഞിട്ട് എനിക്ക് പുതിയ ജീവിതം ജീവിക്കാം എന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ ക്രിമിനൽ മെന്റാലിറ്റി ആണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ദയവായിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ജീവൻ എടുത്തിട്ട് എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണം, എനിക്ക് സുഖമായിട്ട് ജീവിക്കണം, എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ജീവിക്കണം എന്ന് ഒരിക്കലും ചിന്തിക്കരുത് എന്നേ ഈ വിഷയത്തിനെ കുറിച്ച് പറയാനുള്ളൂ. അല്ലാതെ ഇത് ഒരു ഭർത്താവിന്റെ അവഗണന കൊണ്ട് ഞാൻ ഇങ്ങനെ പോയി, അല്ലെങ്കിൽ ഭർത്താവിന്റെ അവഗണന കൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു, അയാളുടെ കുഞ്ഞിനെ എനിക്ക് വളർത്തണ്ട അതുകൊണ്ട് ഞാൻ കൊന്നു കളഞ്ഞു, അയാളുടെ എനിക്ക് അത്ര വെറുപ്പാണ്. ആ കുഞ്ഞ് ഈ പറയുന്ന വ്യക്തിയുടെ വയറ്റിൽ വളർന്ന് ആ സ്ത്രീ പ്രസവിച്ച് വളർത്താൻ പോകുന്ന കുഞ്ഞായിരുന്നു, അതിനെയാണ് കൊന്നു കളഞ്ഞത്. അത് ഏതോ ഒരു ഭർത്താവിന്റെ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയുടെ കുഞ്ഞാണ് എന്ന് കരുതിയിട്ട് അതിനോട് വെറുപ്പ് തോന്നുന്നു എന്നുള്ളത് വെറും മാനസികമായിട്ടുള്ള ഒരു ചിന്ത മാത്രമാണ്. അല്ലാതെ അത് ഭർത്താവിന്റെ അവഗണന, ഭർത്താവ് ഭയങ്കര ദുഷ്ടൻ, ഭർത്താവ് ശ്രദ്ധിക്കുന്നില്ല, ഭാര്യയെ നോക്കി ചിരിച്ചില്ല, ഭാര്യയെ പുറത്തു കൊണ്ടേയില്ല, ഇതൊന്നും ഒരു ന്യായമേ അല്ല എന്നേ പറയാനുള്ളൂ. ഇത്രയും ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ വളരെ നന്നായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നൊന്നും ഇങ്ങനത്തെ ഒരു അഭിപ്രായം നമ്മൾ പ്രതീക്ഷിക്കുകയില്ല. ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറയാനേ വന്നതായിരുന്നില്ല, പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ കൊള്ളാം തോന്നി, അതുകൊണ്ട് പറയാൻ തോന്നിപ്പോയി, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ഒരിക്കലും നമ്മൾ ഒരാളെ കൊല്ലുന്നത് സ്വന്തം പങ്കാളിയെയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെയോ സ്വന്തം കുഞ്ഞിനെയോ കൊന്നു കളഞ്ഞിട്ട് അത് അവഗണന കൊണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യം, ആ ചെയ്ത വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യം കൊണ്ടും ക്രിമിനൽ മെന്റാലിറ്റി കൊണ്ടും മാത്രം ചെയ്തതാണെന്നേ പറയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നന്ദി.